തോന്നുന്നു ഭാവിയിലെ ഒരു നല്ല നായകനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. അതെ 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 ആ ഒരു പ്രായത്തിനേക്കാൾ മെച്യൂരിറ്റി ഉള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ബെസ്റ്റ് സെലിബ്രിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. സണ്ണി വീനും വിനയ് ഫോട്ടോ അവരുടെ സാധാരണ രീതിയിലുള്ള അവർക്ക് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പടത്തിന്റെ ഒരു ബലമായിട്ടൊരു പില്ലറായിട്ട് അവരുണ്ടായിരുന്നു. പക്ഷേ പടം മുന്നോട്ട് കൊണ്ടുപോയ ലുക്മാൻ കുഴപ്പമില്ല, ആവറേജ് ഫാമിലിയായിട്ട് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ. തമാശ ഉണ്ട്, ആവറേജ് ഇന്ദ്രിയത്തിന് കുഴപ്പമില്ല, കൊള്ളാം ആവശ്യം. കുഴപ്പമില്ല, അവൻ നല്ല അഭിനയം തന്നെയായിരുന്നു. സോങ്സ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റിയത് തന്നെ സിനിമ. കോമഡി ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു അമിതമായ ആവേശം കാണിച്ച് അത് ഡയറക്ഷൻ്റെ പിഴവെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്ന് പൊതുവേ ഉള്ളൊരു സംഭവമായിരിക്കണം. പിന്നെ പശ്ചാത്തലമൊക്കെ അത്യാവശ്യം മീനിങ് ഫുള്ളാണ്. ഒരു ഡിഫൈനബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. മലബാറിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അല്ല, അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആൾക്കാർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അല്ല, തീർത്തും അങ്ങനെ ഒരു മലബാറിൻ്റെതായ തനത് ഭാഷാ ശൈലികളൊന്നും ഉപയോഗിച്ചതായിട്ടില്ല. എന്നാൽ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു ഇതാണ്. അതൊരു തനി നാടൻ രീതിയിൽ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. ആരുടെ പെർഫോമൻസ് ഒരുപാട് നന്നായിട്ടുണ്ടെന്ന് തോന്നി? പെർഫോമൻസ് ലെവല് എല്ലാവരും നല്ല നിലവാരമാണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് വിനയ് ഫോർട്ട് പുള്ളിയുടേതായ ഒരു ശൈലി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സണ്ണി വെയിൻ കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അദ്ദേഹം കൊള്ളാം. ലുക്മാൻ്റെ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. അതെ പുള്ളിക്കാരത്തി കൊള്ളാം കേട്ടോ. നൈസ് പെർഫോമൻസ്, അടിപൊളി. എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യും, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന അത് തന്നെയാണ്. വേറെ ഒരു മലബാറിലുള്ള ഒരു കഥ പശ്ചാത്തലമുണ്ട്. ഭാഷ എത്രത്തോളം ഇല്ല, ഭാഷ അതായത് ഇപ്പോൾ നമ്മൾ മലപ്പുറം, കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡേക്കൊക്കെ പോകുമ്പോഴേക്കും അവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ചില ഭാഷകൾ നമുക്ക് ഒരു ചൈതന്യമായിട്ട് തോന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല. ഇത് എല്ലാവർക്കും തെക്കൻ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണുള്ളത്. എല്ലാം മനസ്സിലാവും. യാതൊരു തരത്തിലും നമുക്കത് എന്താണ് അവർ പറഞ്ഞത് എന്ന് കിട്ടാതിരിക്കില്ല. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. സോങ്സും ഫൈറ്റ്സും മൊത്തത്തിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി അതെല്ലാം അത്യാവശ്യം നല്ല രീതി തന്നെയാണ്. കൂടുതൽ അതിൻ്റെ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ക്വാളിറ്റി സിനിമയാണെന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നല്ലൊരു ആമീൻ സിനിമയായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആമീൻ സിനിമയുടെ നിലവാരത്തിലോട്ട് എത്തുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നല്ലൊരു ഫീൽ ഗുഡ് പടം കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഫീൽ ഒരു ഫീല് കിട്ടും. പടമാണ്, നല്ല സന്ദേശമൊക്കെ തരുന്ന ഒരു ചെറിയൊരു സിനിമ. ചെറിയ സിനിമ എന്ന് പറയാൻ പറ്റില്ല, വലിയ സിനിമ. പക്ഷേ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാം. മലബാർ സൈഡിലോട്ടൊക്കെ ഉള്ള ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ എടുത്തിരിക്കുന്ന ഒരു പടമാണ്. പക്ഷേ ഇത് പൊതുവേ എനിക്ക് തോന്നുന്നു ഇത് OTT-യിലൊക്കെ ഹിറ്റാവാനാണ് സാധ്യത. ഇതൊരിക്കലും തിയേറ്ററിൽ വന്നിരുന്ന് ഇതിന് കുറച്ച് ക്ഷമയൊക്കെ വേണം. നല്ല സിനിമ ആസ്വദിച്ചിരുന്ന് കാണാം ആസ്വാദകർക്ക്. അല്ലാതെ ഒരു ഫാമിലി പ്രേക്ഷകർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ദഹിക്കണമെന്നൊന്നുമില്ല. കാരണം എല്ലാവർക്കും അങ്ങ് ക്ലിക്കാവില്ല പടം. പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമാറ്റോഗ്രാഫി, പുതിയൊരു പിക്ചറൈസേഷൻ, നല്ല അവതരണം. പിന്നെ ലുക്മാനും വിനയ് ഫോർട്ടും. എനിക്ക് വിനയ് ഫോർട്ടിന് സണ്ണി വിനയം. പക്ഷേ ഇവരെക്കാളൊക്കെ എനിക്ക് ലുക്മാൻ്റെ അഭിനയം വളരെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നും. നല്ല പടമാണ്, പക്ഷേ എത്രത്തോളം ഹിറ്റാവുമെന്ന് പറയാൻ പറ്റില്ല. ആമേൻ്റെയൊക്കെ വേറൊരു പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ആമേൻ്റെയും പിന്നെ വടക്കുവ കേന്ദ്രത്തിലെ ശ്രീനിവാസൻ്റെയും ആ ഒരു കാറ്റഗറി, ഒരു സംശയരോഗിയായ ഒരു വ്യക്തിയുടെ ഒരു പിക്ചറൈസേഷനാണ്. ഹാസ്യമാണ്, എന്നാലും ആ ഹാസ്യം പെട്ടെന്ന് എല്ലാവർക്കും എത്തൂല. കുറച്ച് ആലോചിച്ചാലേ അല്ല ഹാസ്യം നർമ്മം. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അത്ര മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലർക്കും ബോറടി ആവാൻ സാധ്യതയുണ്ട്. പെർഫോമൻസ് ബെസ്റ്റ് ലുക്മാൻ തന്നെയാണ്. ലുക്മാൻ ഒരു അസാധ്യ കഴിവുള്ളൊരു നടനാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ അതിലെ നടിയും നന്നായിട്ടുണ്ട്. ദീപ തോമസ് അവർ വളരെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.